ഫാമിലിയാണ്. ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിന് അതിപ്പോൾ നമ്മൾ തീർത്ത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? പബ്ലിസിറ്റിക്ക് വേണ്ടി കുടുംബത്തിന്റെ ദാരിദ്ര്യം പറഞ്ഞു നടക്കുകയാണ്. ഇന്നലെ കർണാടകയിലെ ശിരൂരിലെ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട അർജുന്റെ കുടുംബം പ്രസ് മീറ്റ് നടത്തി ലോറി ഉടമ മനാഫിനെതിരെ വിളിച്ചു പറഞ്ഞ ആരോപണങ്ങളിൽ ചിലതാണ്. ഇയാൾക്ക് എന്താണ് വയ്യേ? ആരോപണങ്ങളിലൊന്ന് മനാഫ് യൂട്യൂബ് ചാനലിൽ വ്യൂസ് കൂട്ടാൻ വേണ്ടി അപകട സ്ഥലത്ത് നിന്ന് പോലും വീഡിയോസ് എടുക്കുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നതാണ്. അർജുന്റെ കുടുംബത്തിന്റെ ഈ പ്രസ് മീറ്റ് കഴിഞ്ഞതോടെ ഒരു ഭാഗത്ത് മനാഫിനുള്ള പിന്തുണയും മറുഭാഗത്ത് വിമർശനങ്ങളും. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തങ്ങളെ അപമാനിക്കുകയാണെന്നുമാണ് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്താ എന്റെ ഉദ്ദേശം? അർജുന്റെ കുടുംബം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മനാഫിന്റെ ലോറി ഉടമ മനാഫ് എന്ന ചാനലിൽ ഉണ്ടായിരുന്നത് 11,000 സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ്. ഈ വാർത്ത തയ്യാറാക്കുമ്പോൾ അത് 230K ആയി ഉയർന്നിരിക്കുകയാണ്. നിലവിലെ ട്രെൻഡ് പ്രകാരം മനാഫിന്റെ സബ്സ്ക്രൈബർമാരുടെ എണ്ണം ഇന്നു തന്നെ 3 ലക്ഷം കടന്നേക്കും. പുഴയിൽ തെരച്ചിൽ നടത്താനായി ബാർജടക്കമുള്ള സംവിധാനങ്ങൾ സ്വന്തം നിലയ്ക്ക് സംഘടിപ്പിക്കാമെന്നും തെരച്ചിലിന് അനുമതി മാത്രം നൽകണമെന്നുമാണ് മനാഫ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ, ഭാര്യ കൃഷ്ണപ്രിയ, അച്ഛൻ പ്രേമൻ, അമ്മ ഷീല, സഹോദരിമാരായ അഞ്ജു, അഭിരാമി, സഹോദരൻ അഭിജിത്ത് എന്നിവർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഞാൻ ഒരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല. എൻ്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത്. എന്തൊക്കെയാണ് നടക്കുന്നത്? എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ സ്ക്വയറിന്റെ നടുവിൽ വന്ന് നിൽക്കും. കല്ലെറിഞ്ഞു കൊന്നാളെ എൻ്റെ നമ്മുടെ സ്വന്തം പോലെ കൂടെ കൊണ്ടു കിടന്നേച്ച് കൊടുക്കാൻ ചതിക്കുമ്പോൾ ഒരു വികാരം വരും. ഈ ദേഷ്യവും സങ്കടവും വിഷമവും എല്ലാം കൂടെ. PR വർക്ക് നടത്തുകയായിരുന്നാണ് ഇപ്പോൾ കുടുംബം വലിയൊരു ആരോപണം ഉന്നയിക്കുന്നത്. ഞാൻ എന്ത് PR വർക്ക്? അങ്ങനെയാണ് നിങ്ങളാണ് എൻ്റെ PR വർക്കിന്റെ ആൾക്കാർ. ഒരു മര്യാദ വേണ്ടേ? പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഇതൊക്കെ നമ്മളെ കുടുംബമാണ്. ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത്, കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയമൊന്നുമല്ല. സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ്. നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലോ കാറ്റ് കല്ലെടുത്ത് നമ്മളിത് ഇങ്ങനെ നിക്കണം. ഞാൻ പോകുന്നു. ബൈ.